സാറ് കേരളത്തിലെ ഏറ്റവും വലിയ ഗുണ്ടയാരെന്ന് ചോദിച്ചാൽ അത് ഒരു പരിധി നോക്കുമ്പോൾ പൾസർ സുനി ആയിരിക്കും. പക്ഷെ അദ്ദേഹം വീണ്ടും വിവാദങ്ങളിൽ നിറയുകയാണ്. അത് മറ്റൊന്നുമല്ല, ഭക്ഷണം വൈകി. ഹോട്ടലിൽ പോയപ്പോൾ ഭക്ഷണം കൊണ്ടുവരാൻ വൈകിയതുകൊണ്ട് ആ കട തന്നെ അദ്ദേഹം തല്ലിപ്പൊളിച്ചിരിക്കുകയാണ്. അദ്ദേഹത്തെ ഇപ്പോൾ അറസ്റ്റും ചെയ്തിട്ടുണ്ട്, ആ പ്രതിയെ. എന്താണ് കൂടുതൽ വിവരങ്ങൾ? അദ്ദേഹം എനിക്ക് തോന്നുന്നത് ഈ കേരളത്തിലെങ്കിലും നിൽക്കേണ്ട ആളില്ല. ബീഹാറിലെങ്ങാനും പോയാൽ അദ്ദേഹത്തിന് ഒന്നാം തരം MP ആവും. പപ്പു യാദവ് അങ്ങനെയുണ്ട്. കുറേ ഗുണ്ടാ നേതാക്കളും ക്രിമിനൽ നേതാക്കളും ഒക്കെ UP നേരത്തെ MP ആയിരുന്നു. ഇപ്പോൾ അല്ല, പഴയ ബീഹാർ ഇപ്പോൾ കേരളമായി മാറുന്നു. സുനിയും കൊടിസുനിയും എല്ലാം പുറത്താണല്ലോ. ബീഹാറിൽ നിന്നും ബംഗ്ലാദേശിൽ നിന്ന് ആളുകളും വരുന്നുണ്ടല്ലോ. ഒരുപാട് ക്രൈംസിൻ്റെ ഏജന്റുമാരായിട്ട് അവർ മാറുന്നുമുണ്ട്. ഇപ്പോൾ ഇത് നമ്മുടെ സ്വന്തം മലയാളിയായിട്ടുള്ള പൾസർ സുനിയാണ്. പൾസർ സുനി സിനിമയ്ക്കകത്ത് നമ്മളെ പലരും ഞെട്ടിച്ചിട്ടുണ്ട്. സ്റ്റണ്ട് ത്യാഗരാജനെ പോലുള്ള ആൾക്കാർ നമ്മളെ ഞെട്ടിച്ചിട്ടുണ്ട്. ജയൻ സിനിമാ നടൻ ഞെട്ടിച്ചിട്ടുണ്ട്. ഇപ്പോൾ ഇതാ പൾസർ സുനി ജയിലിനകത്ത് മാത്രമല്ല പുറത്തും നമ്മളെ ഞെട്ടിച്ചുകൊണ്ടിരിക്കുന്നു. അദ്ദേഹം ജയിലിന് പുറത്ത് നേരത്തെ ഒരു നടിയുടെ പിന്നാലെ കൂടിക്കൊണ്ട് ബലാത്സംഗ രംഗങ്ങൾ ഒക്കെ ചിത്രീകരിച്ചത് വലിയ വിവാദമായി. അതിൻ്റെ വീഡിയോകളിലുമൊക്കെ കോടതികളിലുമൊക്കെ പോയി കോടതികളിൽ നിന്നത് പലരും എടുത്ത് കാണുകയൊക്കെ ചെയ്ത വളരെ കേരളത്തിന് നാണക്കേടുണ്ടാക്കുന്ന രംഗങ്ങൾ ഉണ്ടാവുകയുണ്ടായി. സിനിമയ്ക്ക് പുറത്ത് ഔട്ട് ഓഫ് സീൻ ആയിട്ട്, അപ്പോൾ ഔട്ട് ഓഫ് ഫീൽഡായിട്ട് തന്നെ നടന്നിട്ടുണ്ട്. അദ്ദേഹം അതിനെ തുടർന്ന് അറസ്റ്റിലാവും. അപ്പോൾ അതിനുശേഷം അദ്ദേഹത്തിന് വളരെയധികം സൗകര്യങ്ങളാണ് ജയിലിനകത്തിൽ പൾസർ സുനിക്ക് കിട്ടിക്കൊണ്ടിരുന്നത്. എല്ലാ വിധത്തിലുള്ള സൗകര്യങ്ങളും, അതായത് പുറത്ത് ജീവിക്കുന്നവർക്ക് കിട്ടുന്ന എല്ലാ സൗകര്യങ്ങളും അദ്ദേഹത്തിന് അവിടെ ഒപ്പിച്ചെടുക്കാൻ കഴിഞ്ഞു. അങ്ങനെ വലിയ തരത്തിൽ ഒരു ട്വിസ്റ്റ് ഉണ്ടാക്കി നമ്മളെല്ലാം ഞെട്ടിപ്പിച്ചാണ്. ഇത്രയും ഒക്കെ ചെയ്ത ആളിനെ വീണ്ടും പരോൾ അനുവദിച്ചിരിക്കുന്നു. പലതവണ പരോൾ അനുവദിച്ചിരിക്കുന്നു. ഒരു തരത്തിലും പരോൾ അനുവദിച്ച് ലഭിക്കേണ്ടാത്ത ഒരു കുറ്റമാണ് അദ്ദേഹം ചെയ്തിരിക്കുന്നത്. അതിനുശേഷം അദ്ദേഹത്തിന് ഈ മലയാള ചരിത്രത്തിൽ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഞെട്ടിക്കുന്ന സംഭവമായിരുന്നു അന്നുണ്ടായത്. മലയാളത്തിന് അപമാനം, മലയാള സിനിമയ്ക്ക് അപമാനം ഒക്കെ ഉണ്ടാക്കുന്ന ഒരു സംഭവത്തിനാണ് അദ്ദേഹം നേതൃത്വം കൊടുത്തത്. ഇത്രയൊക്കെ ചെയ്തു കഴിഞ്ഞിട്ടും അതിൻ്റെ പശ്ചാത്താപം ഇല്ലാതെ തന്നെയാണ് ജയിലിൽ പ്രവർത്തിച്ചു കൊണ്ടിരുന്നത്. ഈ ജയിലിലൊക്കെ ഈ പ്രവർത്തനം എന്നുള്ള കാര്യം വകവയ്ക്കാതെ കണ്ട് അദ്ദേഹത്തിന് കൊടുത്തിരിക്കുകയാണ്. അതായത് ഈ പരോളെന്ന് പറയുന്നത് മറ്റു പലർക്കും കിട്ടാത്ത ആ ഒരു സൗകര്യം ഇദ്ദേഹത്തിന് ദാനമായിട്ടും കൊടുത്തിരിക്കുക. അത് എന്നിട്ടോ കർശനമായിട്ടുള്ള ജാമ്യ വ്യവസ്ഥകൾ എഴുതി പിടിപ്പിച്ചാണ് അദ്ദേഹത്തെ ജാമ്യത്തിൽ വിട്ടിട്ടുള്ളത്. ജാമ്യത്തിൽ ഇറങ്ങിക്കഴിഞ്ഞ് അദ്ദേഹം കർശനമായിട്ട് അത് പാലിക്കുന്നു എന്നതിൻ്റെ ഒരു തെളിവാണ് കഴിഞ്ഞ ദിവസം എറണാകുളം രായമംഗലത്ത് ഒരു ഹോട്ടലിൽ നിന്ന് ഉണ്ടായിട്ടുള്ളത്. ഹോട്ടലിൽ ആരെങ്കിലും അദ്ദേഹത്തെ ഏതെങ്കിലും വിധത്തിൽ ആക്രമിക്കുകയോ നോവിക്കുകയോ ചെയ്തതാണോ? അല്ല. ആ ഹോട്ടലിൽ അവിടെ ഭക്ഷണം ഉണ്ടാക്കാൻ ഒരു അല്പം താമസം ഉണ്ടാകും പല ഹോട്ടലുകളിലും. ആ സമയത്ത് ചെന്ന് കഴിഞ്ഞാൽ നമ്മളും അനുഭവിക്കുന്ന കാര്യമാണത്. കൊടുക്കില്ല എന്ന് പറഞ്ഞില്ല, അപ്പോഴത്തേക്കും ഇദ്ദേഹത്തിന് വിശക്കാൻ പാടില്ല. മഹാരാജാവല്ലേ, മഹാരാജാവിൻ്റെ മുമ്പിൽ ഈ ഭക്ഷണം താമസിക്കുന്നു എന്നുള്ളൊരു ധാർഷ്ട്യത്തോടു കൂടി തന്നെ അദ്ദേഹം ചെയ്തത് അവിടെ ഉണ്ടായിരുന്ന ഏറ്റവും എളുപ്പം പൊട്ടിക്കാവുന്ന വസ്തുക്കളായിട്ടുള്ള ചില്ല് ഗ്ലാസുകൾ മുഴുവൻ നശിപ്പിച്ച് കളഞ്ഞു. അപ്പോൾ ഈ തൽക്കാലം കേസ് രജിസ്റ്റർ ചെയ്തേ ഉള്ളായിരുന്നു. ഇപ്പോൾ അടുത്ത നിമിഷത്തിൽ അദ്ദേഹത്തിനെ അറസ്റ്റ് ചെയ്തിട്ടുണ്ട്. എന്തായാലും എനിക്ക് തോന്നുന്ന PC ജോർജിൻ്റെ അറസ്റ്റ് നടക്കും മുമ്പേ അദ്ദേഹത്തിൻ്റെ അറസ്റ്റ് നടന്നു കഴിഞ്ഞു. അതായത് പിണറായി വിജയൻ്റെ ആഭ്യന്തര വകുപ്പ് എടുത്ത നടപടി അവർക്ക് തന്നെ പിൻവലിക്കേണ്ടി വന്നിരിക്കുന്നു, അറസ്റ്റ് ചെയ്തിരിക്കുകയാണ്. അപ്പോൾ ഇത് വെറുതെ ഇങ്ങനെ ജാമ്യം കൊടുത്തത് റദ്ദാക്കേണ്ട ഒരു വകുപ്പാണ് ഇതിൽ വന്നിരിക്കുന്നത്. കാരണം കർശനമായിട്ടുള്ള വ്യവസ്ഥകൾ ജാമ്യത്തിലേത് ഇദ്ദേഹം ലംഘിച്ചിരിക്കുകയാണ്. പൊതുജന ജീവനും സ്വത്തിനും ഭീഷണിയായിരിക്കുക. സ്വത്തിനും കൂടെ ചില്ല് ഗ്ലാസ്സാണ് അടച്ചിരിക്കുന്നത്. അതിന് രണ്ടിനും ഭീഷണിയാവുന്ന ഒരാളെ അങ്ങനെ കയറൂരി നിരത്തിലൂടെ വിട്ടുകഴിഞ്ഞാൽ സാധാരണ ജനങ്ങളുടെ സമാധാന ജീവിതത്തിന് അത് വലിയ ഭംഗമുണ്ട്. അതോടൊപ്പം തന്നെ തോപ്പുംപടി പോലീസ് ഇദ്ദേഹത്തെ അറസ്റ്റ് ചെയ്തിട്ടുണ്ട്. പക്ഷേ ഈ എല്ലാം ജാമ്യം ലഭിക്കുന്ന വകുപ്പുകളാണ് ഇപ്പോൾ അദ്ദേഹത്തിനെതിരെ ചുമത്തിയിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ജാമ്യം ലഭിക്കാം. പക്ഷേ ഇദ്ദേഹം മറ്റൊരു പ്രധാനപ്പെട്ട ഒരു കുറ്റത്തിൽ ജാമ്യത്തിൽ ഇറങ്ങി നിൽക്കുമ്പോൾ ഈ ജാമ്യ വ്യവസ്ഥകൾ ലംഘിക്കുന്ന രീതിയിലേക്കല്ലേ ഇത്തരം പ്രശ്നങ്ങൾ പോകും. അതിന് വകുപ്പുകളുണ്ടല്ലോ. ജാമ്യവ്യവസ്ഥ ലംഘിച്ചു കഴിഞ്ഞാൽ അദ്ദേഹത്തെ ജയിലിൽ പിടിച്ചിരിക്കണം. അത് ഞാൻ പറയും. ഇപ്പോഴത്തെ അറസ്റ്റിൻ്റെ കാര്യമല്ല, അവിടെ പിടിച്ച് ജയിലിൽ ലോക്കപ്പിൽ ഇട്ടുന്നതിൻ്റെ കാര്യമല്ല. ജാമ്യവ്യവസ്ഥകൾ ലംഘിച്ച ആളിനെ തിരിച്ച് ജയിലിൽ തന്നെ വിടണം. ആ വ്യവസ്ഥയാണ്, കരാറിൻ്റെ ലംഘനമാണ് ഇവിടെ നടന്നിരിക്കുന്നത്. കരാറിൻ്റെ ലംഘനം നടന്നു കഴിഞ്ഞാൽ പിന്നെ എന്താണ്? ഇതിൻ്റെ അടിസ്ഥാനത്തിലാണ് പുറത്തു പോകാൻ അദ്ദേഹത്തിന് അനുവാദം കൊടുത്തത്. അത് തീർന്നിരിക്കുന്നു. അപ്പോൾ തിരിച്ച് ജയിലിൽ തന്നെ അദ്ദേഹം പോകണം. അതാണ് വേണ്ടത്. വേറെ അറസ്റ്റൊന്നും വേണ്ട വാസ്തവത്തിൽ.
ഇതൊക്കെ വെറും തട്ടിപ്പാണെന്ന് തോന്നുന്നു. വീണ്ടും അദ്ദേഹത്തിനെ പുറത്തു തന്നെ വിടാനുള്ള ശ്രമമോ അല്ല, അഥവാ ഇനി കോടതി പറഞ്ഞിട്ട് ജയിലിലേക്ക് കൊണ്ടുപോകണമെന്ന് പറഞ്ഞാൽ ജയിലിൽ വീണ്ടും അതിന് കോടതിയുടെ അനുവാദം ആവശ്യമില്ലല്ലോ, പരോൾ കൊടുക്കാനും ഉള്ള ശ്രമമാണ്. ആഭ്യന്തര വകുപ്പ് വിചാരിച്ചാൽ മതി. അപ്പോൾ ആ ഒരു കെയർ ഓഫിലാണ് ഈ കളികളൊക്കെ കളിക്കുന്നത്. വാസ്തവത്തിൽ ഈ പരോൾ കൊടുക്കുക എന്ന് പറയുന്നതിൻ്റെ ഉത്തരവാദിത്വം ജയിലാണ്. അല്ല, അദ്ദേഹത്തിന്റെ ധൈര്യം സമ്മതിക്കണം. ഇത്രയും ഒരു കുറ്റം ചെയ്ത് ഈ പരോൾ കോടതി അനുവദിച്ചു, അതിന്റെ ലംഘനം ഉണ്ടാകാതെ എങ്ങനെയെങ്കിലും ജീവിക്കാനുള്ള അവസരമായിരിക്കും ആരും നോക്കിക്കാണുന്നത്. പക്ഷെ ഇദ്ദേഹം അങ്ങനെ ഒരു സംഭവം ഉണ്ടായിട്ട് പോലും സംഘർഷത്തിന് വേണ്ടി ഇറങ്ങിത്തിരിക്കുകയാണ്. ഇത് നമ്മുടെ നിയമവ്യവസ്ഥയുടെ ഒരു പരാജയമാണോ? തീർച്ചയായിട്ടും വ്യവസ്ഥയുടെ പരാജയം. പണ്ടും ഇത് സംഭവിച്ചിട്ടുണ്ട്. ഇപ്പോൾ നോക്കൂ, തിരുവനന്തപുരത്ത് തന്നെ വീടിൻ്റെ മുമ്പിൽ കാർ പാർക്ക് ചെയ്തിരുന്നു ഒരു കുറ്റത്തിന്. വീട്ടിൽ നിന്ന് കാർ എടുത്തുകൊണ്ട് വന്ന് ആ കാർ ഇടിച്ചു തകർത്ത ഒരു വ്യക്തിയുണ്ട്. പേര് പറയുന്നില്ല, തിരുവനന്തപുരത്ത് എല്ലാവർക്കും അറിയാം. എന്തുകൊണ്ട് അദ്ദേഹം അങ്ങനെ ചെയ്ത് നിയമലംഘനം നടത്തി? നിങ്ങൾക്ക് പുറത്ത് കാറ് വയ്ക്കരുത് എന്ന് ബോർഡ് എഴുതി വയ്ക്കാം, പക്ഷേ പുറത്തുള്ളത് പബ്ലിക് റോഡാണ്. അപ്പോൾ അതങ്ങനെ ഇടിച്ചു തകർക്കാനുള്ള അവകാശമൊന്നും നിങ്ങൾക്കാരും തന്നിട്ടില്ല. വീട്ടിനകത്ത് കയറി ഒന്ന് ആക്രമിച്ചാൽ നിങ്ങൾക്ക് പ്രതിരോധിക്കാം. ഇടിച്ചങ്ങ് തകർത്തു. എന്തുകൊണ്ട് അങ്ങനെ ചെയ്യും? ആ ധൈര്യം എങ്ങനെ കാണിക്കുന്നു? തനിക്ക് പണമുണ്ട്, തനിക്ക് സ്വാധീനമുണ്ട്, അതുകൊണ്ട് പോലീസ് കേസെടുക്കുക. കേരളം ഒരു ഗുണ്ടാരാജിലേക്ക് പോവുകയാണോ? സംശയം എന്താ? പോലീസ് സംശയം എന്താ? വടക്ക് ഈ ഉത്സവങ്ങളിലൊക്കെ CPM-ൻ്റെയും DYFIയുടെയും ആൾക്കാരൊക്കെ കടന്നു കയറി ഉത്സവ കമ്മിറ്റികളങ്ങാക്കുക. ഇവരെന്തിനാ ഈ ഉത്സവ കമ്മിറ്റികളിലാവുന്നത്? ഇവർക്ക് ദൈവത്തിൽ വിശ്വാസം അല്ല, അത് കണ്ടു തുടങ്ങിയല്ലോ. ക്ഷേത്രങ്ങളിൽ മുഴുവൻ പോലീസിനെ പൂട്ടിയിടുകയാണ്. സനാതന ധർമ്മത്തിന് പരമപുച്ഛമായിട്ടുള്ള നിങ്ങൾ എന്തിനാ ഈ ഉത്സവം, അതിന്റെ ഭാഗമായിട്ട് നടത്തുന്ന ഉത്സവങ്ങളിലൊക്കെ അങ്ങ് കയറി കമ്മിറ്റികളാവുക? ഇതിന്റെ ഫലമായി ക്ഷേത്രങ്ങളിലേക്ക് സ്ത്രീകളും കുട്ടികളും വരില്ല. അത്രയാണ്. അമ്പലം വിഴുങ്ങുകളായിട്ട് മാറി. അത് തന്നെയാണ് അവരുടെ ലക്ഷ്യം, സനാതനധർമ്മം എങ്ങനെയെങ്കിലും നശിപ്പിക്കുക. എന്നിട്ട് അവിടെ ക്രമസമാധാന പാലനത്തിന് വരുന്ന അവർ തന്നെ ഭരിക്കുന്ന ആഭ്യന്തര വകുപ്പിൻ്റെ ആ നിയമപാലകരെ അടിക്കുക, തൊഴിക്കുക, ക്രൂരമായി മർദ്ദിക്കുക. എന്നിട്ട് ഇതൊന്നും പോരാഞ്ഞിട്ട് മുറികളിലിട്ട് പൂട്ടുക, മസിൽ പവർ കാണിക്കുക. അവർക്ക് ഗുസ്തി പിടിക്കാനുള്ള വെറും ആയുധങ്ങൾ അല്ലെങ്കിൽ ഉപകരണങ്ങൾ മാത്രമായിട്ട് ഈ പോലീസുകാരെ കാണുക. ഇനി അഥവാ പോലീസുകാരെങ്കിലും നിയമപരമായിട്ട് അറസ്റ്റ് ചെയ്തുകൊണ്ട് പോയ കൂട്ടത്തോടെ എന്ന് ജയിൽ വളഞ്ഞിട്ട് അവരെ ബന്ദികളാക്കിക്കൊണ്ട് പുറത്തേക്ക് കൊണ്ടുവരിക. എന്ത് തോന്നിയാസങ്ങളാണ് ഈ രാജ്യത്ത് നടക്കുന്നത്? ഇവിടെയാണോ വ്യവസായങ്ങൾ വരാൻ പോകുന്നത്? ഈ തോന്നിയാസങ്ങൾ പോലീസ് എന്തിനാണ്? ആ യൂണിഫോം എന്തിനാണ് കൊടുത്തിരിക്കുന്നത്? ക്രമസമാധാന പാലനം നടത്തേണ്ട ആൾക്കാരാണ്. ശരിയാണ്, പോലീസിലും ക്രിമിനലുകൾ ഉണ്ട് എന്നുള്ളത് സത്യമാണ്. ഇപ്പൊ കഴിഞ്ഞ ദിവസം നമ്മൾ കണ്ടല്ലോ, അതിന് സർക്കാർ അതാണ് തുടക്കം തന്നെ സൂചിപ്പിച്ചത്. കൊടിസുനിയിലെ പുറത്തിറങ്ങി നടക്കുകയാണ്, അങ്ങനെ ഉല്ലസിച്ച് ഫോട്ടോയിലെടുത്ത് അങ്ങ് നടക്കുകയാണ്, ആഘോഷിക്കുക, രാജാവായിട്ട് നടക്കുക. പപ്പു യാദവ് നടന്നതുപോലെ 600ഓളം ക്രിമിനൽ കേസുകളിൽ ബലാത്സംഗം ഉൾപ്പെടെ പ്രതിയായ ശേഷം അദ്ദേഹം MP ആയി വമ്പിച്ച ഒരു ആരാധക വൃന്ദത്തിൻ്റെ അകമ്പടോട് കൂട്ടിയിട്ടാണ് ബീഹാർ അസംബ്ലിയിലേക്ക് വരുന്നത്. ബുള്ളറ്റ് ഓടിച്ചുകൊണ്ടാണ് വരുന്നത്. കാരണം സാധാരണ കാറൊന്നും MLA-യുടെ കാറൊന്നും പോരാ. ബുള്ളറ്റിൽ തൻ്റെ ആ മസിൽ പവർ കാണിക്കാനും തൻ്റെ ആ ആണത്തം കാണിക്കാനും വേണ്ടിയിട്ട് എന്ന് പറയുന്നവരാണ് പൾസർ സുനി. അപ്പോൾ എനിക്ക് ആഹാരം താമസിക്കാൻ പാടില്ല, ഷാജഹാൻ്റെ സിംഹാസനത്തിൽ പുഴുവിരിക്കുകയോ എന്ന് പറയുന്നവർ എനിക്ക് ആഹാരം താമസിപ്പിക്കുകയോ എന്നുള്ളൊരു ധാർഷ്ട്യം ക്രിമിനലുകൾ ഇവിടെ രാജാക്കന്മാരായിട്ട് വാഴുന്നു. SFIയുടേതായാലും ശരി, DYFIയുടേതായാലും ശരി, പോലീസുകാരെ അവരുടെ മർദ്ദന ഈത്തിൻ്റെ ഇരകളായിട്ട് മാറുന്ന സന്ദർഭമാണ്. ക്രമസമാധാന നില അപ്പടി തകർന്ന് നശിച്ചിരിക്കുന്ന ഒരു സന്ദർഭമാണ്. ഇവിടെ ഗുണ്ടകൾ, ഈ പൾസർ സുനി മാത്രമല്ല, DYFIയിലെ ചില പ്രവർത്തകരും ആവശ്യമില്ലാതെ ഉന്തിക്കയറിയിട്ട്, അതായത് ഉത്സവ കമ്മിറ്റികളിലേക്ക് ഉന്തിക്കയറിയിട്ട് സനാതന ധർമ്മത്തെ നശിപ്പിക്കാൻ വേണ്ടിയിട്ട് അവിടെ അക്രമങ്ങളുണ്ടാക്കി പോലീസിനെയും തല്ലിക്കൊണ്ട് ആ ക്ഷേത്രത്തിന് ദുഷ്പേരുണ്ടാക്കുകയും അവിടെ വരുന്ന ഭക്തർക്ക് ഭയമുണ്ടാക്കുകയും ചെയ്യുന്ന ഒരു അഴിഞ്ഞാട്ടമാണ്, ആഭ്യന്തര വകുപ്പിൻ്റെ ഒരു അഴിഞ്ഞാട്ടമാണ് ഇവിടെ സംസ്ഥാനത്ത് നടന്നുകൊണ്ടിരിക്കുന്നത്. ജീവനും സ്വത്തിനും രക്ഷയില്ലാത്ത, ജീവന് ഏത് നിമിഷവും നിങ്ങൾ കൊല്ലപ്പെടാവുന്ന ഒരു അന്തരീക്ഷത്തിൽ കൂടിയാണ് നിങ്ങൾ ജീവിച്ചു പോകുന്നത്. വാസ്തവത്തിൽ ഡൽഹിയിലൊക്കെ ഈ വായു മലിനീകരണം കൊണ്ട് വളരെയധികം ഭീഷണി ഉണ്ടായെന്ന് പറയുന്നതിനേക്കാൾ വളരെയധികം ഭീഷണി നമ്മുടെ ജീവന് അതുപോലെ സ്വത്തിന് ഒക്കെ സംസ്ഥാനത്ത് ഉണ്ടായിരിക്കുകയാണ്. കാരണം ചങ്ങലയ്ക്ക് ഭ്രാന്ത് പിടിച്ചിരിക്കുകയാണ്. ചങ്ങലയ്ക്ക് ഭ്രാന്ത് പിടിച്ചിരിക്കുന്ന അവസ്ഥയിലാണ് ഇന്ന് കേരളത്തിൻ്റെ ആഭ്യന്തര വകുപ്പ്.